നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നവീൻ പത്മയോടും നരസിംഹ വക്കീലിനോടും ദേഷ്യപ്പെടുകയാണ്. ആനന്ദപുരിയിലേക്ക് പെണ്ണ് കാണാൻ പോവാന്ന് അറിഞ്ഞിട്ട് ഒരു വാക്ക് പോലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ മനഃപൂർവ്വം എന്നെ ചതിക്കുമായിരുന്നല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ പത്മ പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? അപ്പോഴേക്കും നരസിംഹ വക്കീൽ പറഞ്ഞു, എടാ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നീ സമ്മതിക്കോ അങ്ങോട്ടേക്ക് വരാനായിട്ട്. എന്നാലും ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യണ്ടായിരുന്നു മുത്തശ്ശ. എടാ ഇപ്പൊ ആ പെങ്കൊച്ചിന് എന്താ കുഴപ്പമെന്താ? അവള് മിടിക്കല്ലേന്ന് ചോദിച്ചു. പിന്നെ മിടിക്കുകയാണ് പോലും. അവിടുത്തെ സ്വഭാവം അറിയാലോ, ആ ജലജാന്റിയുടെ അതുപോലെ തന്നെ അബിയുടെ സ്വഭാവമൊക്കെ അറിയാവുന്നതല്ലേ? അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോന്ന് ചോദിച്ചു. എടാ അതിനിപ്പോ ആ പെൺകുട്ടി അങ്ങനെയൊന്നുമല്ല, അവള് കുറച്ചുകൂടെ മെച്ചേർഡായി, കുറച്ചും കൂടെ നല്ല പാകുതയും പക്വതയും ഒക്കെ കൈവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെയൊക്കെ മുന്നിൽ അവൾ അങ്ങനെ ഒതുങ്ങി നിന്ന് സംസാരിച്ചോണ്ടാണോ എന്നും പറഞ്ഞോണ്ട് അവളെ അങ്ങനെ അളക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അത് മാത്രല്ല അവൾ ആ കുടുംബത്തിലെ അംഗമൊന്നും അല്ലല്ലോ. അപ്പോഴേക്കും നരസിംഹ വക്കീൽ ചോദിച്ചു, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അതെന്താ മുത്തശ്ശ, ഒന്നും അറിയത്തില്ലാത്ത മട്ടില് ഈ പറയുന്ന അവന്തികയുടെ അമ്മയും ഹബിയെയും അവരെയൊക്കെ മൂർത്തി മുത്തശ്ശൻ ദത്തെടുത്തല്ലേ? അപ്പൊ അതറിയാവുന്ന കാര്യല്ലേ? എടാ അങ്ങനെ ദത്തെടുത്താണെങ്കിലും അബിയും ജലജയ്ക്ക് ഇപ്പോഴാ കുടുംബത്തിലെ അംഗങ്ങളല്ലേ? അത് നിനക്ക് അറിയാവുന്നതല്ലേ? അപ്പോഴേക്കും നവീൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പത്മം പറഞ്ഞു, നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്റെ മനസ്സുള്ള ആ പോലീസ് ഓഫീസറെ കല്യാണം കഴിക്കാൻ നീ വിചാരിക്കുകയോ വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നവീൻ മുത്തശ്ശനോട് പറഞ്ഞു, മുത്തശ്ശനെങ്കിലും ഒന്ന് പറ അവരെ വിളിച്ചിട്ട് എനിക്കിതിന് താല്പര്യമില്ലെന്ന്. എടാ ഞാൻ എങ്ങനെ ഇതൊക്കെ പറയണേ? ആ കുടുംബമായിട്ടൊരു നല്ലൊരു ബന്ധം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ? ആ സമയത്ത് ഈ ബന്ധം വേണ്ടാന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും? പത്മം പറഞ്ഞു, എന്താന്ന് വെച്ചാൽ ആയിക്കോ. ഞാൻ നകുലേട്ടനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോ നകുലേട്ടന് സമ്മതമായിരുന്നു. ഇനി നീയായി നിന്റെ പാടായെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, കണ്ടില്ലേ നിന്റെ അമ്മയുടെ ദേഷ്യം? നവീൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്റെ അവസ്ഥയും കൂടെ കാണണ്ടേ? എന്തെങ്കിലും ഒരു കള്ളത്തരം പറ വിളിച്ചിട്ട്. ഒരുപക്ഷെ ഞാൻ അവളെ പെങ്ങളായിട്ടോ മറ്റോ കാണുന്നേന്നോ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് തടി ഊരാൻ നോക്കും മുത്തശ്ശ എന്നൊക്കെ നരസിംഹ മുത്തശ്ശനെ ഉപദേശിക്കുകയാണ് നവീന്. ഇതേ സമയത്ത് കനക ഉടുത്തൊരുങ്ങി പുറത്തേക്ക് വരണം. അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിച്ചു, അല്ല നീ ഇതെങ്ങോട്ടാ? അതെ, നയനമോളുടെ വീട്ടിൽ പുതിയ ജോലിക്കാരി വന്നെന്നറിഞ്ഞു, അവിടം വരെ ഒന്ന് പോണം. അവൾ ഏത് തരക്കാരിയാന്ന് അറിയത്തില്ലല്ലോ. ഇനിയിപ്പൊ നയനമോളുടെ പ്രസവം കഴിഞ്ഞിട്ട് അവള് തിരികെ പോകുന്നുള്ളെന്നാ പറഞ്ഞേ. അത്രയും നാളും നയനമോളെ നോക്കുന്നല്ലേ, അപ്പൊ അവളെ ഒന്ന് പരിചയപ്പെടണം, ഒന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഗോവിന്ദൻ പറഞ്ഞു, അതെ അവളെ ഇന്റർവ്യൂ ചെയ്തിട്ടാണല്ലോ ആദർശ് മോനൊക്കെ എടുത്തിരിക്കുന്നത്, അപ്പൊ പിന്നെ നീ പോയി ഇന്റർവ്യൂ ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്നാലും അറിയണമല്ലോ ഗോവിന്ദട്ട, അവൾ എത്രക്കാരിയാന്ന് അറിയത്തില്ലല്ലോ. നമ്മുടെ മോളെ നോക്കാൻ വരുന്നല്ലേ, ഒരു പക്ഷേങ്കിലേ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതിന് നീ എന്തിനാ ചെയ്തു കൊടുക്കാൻ പോന്നെ? ഓ ഈ ഗോവിന്ദൻ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ചിലപ്പം നയനമോളെ നോക്കാൻ വന്നു കഴിഞ്ഞിട്ട് അവള് നയനമോളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കിയില്ലെങ്കിലോ? ഗോവിന്ദൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, നന്നായിട്ട് നോക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ ആദർശൊക്കെ അവളെ എടുത്തിരിക്കണേന്ന് പറഞ്ഞു. ഗോവിന്ദേട്ട അറിയത്തില്ലാത്തോണ്ടാ ഇന്നത്തെ കാലത്തെ പകുതി ആൾക്കാരും നല്ല രീതിയിൽ നോക്കത്തൊന്നുമില്ല. ഹോം നേഴ്സായിട്ടും വന്നും ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് നിൽക്കത്തുള്ളൂ. ശമ്പളം മേടിക്കാൻ മാത്രം അവർക്ക് നല്ല ബിരുദാന്നൊക്കെ പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അറിയാലോ ആദർശ് വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഒരു ഹോം നേഴ്സിനെ സംഘടിപ്പിച്ചതന്നെ. ആ സമയത്ത് നീ അവിടെ പോയി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകുന്നതല്ല ഗോവിന്ദേട്ടാ. അതാ നീ ഒരു കാര്യം ചെയ്യാം, പോകുന്നതല്ലേ, വേണമെങ്കിൽ 1-2 ദിവസം അവിടെ നിന്നോളാൻ പറഞ്ഞു. കൊള്ളാം, ഞാൻ അവിടെ നിൽക്കാന്ന് പറഞ്ഞാലും ഗോവിന്ദന്റെ മോട് സമ്മതിക്കുവോ? ഇല്ല, ഇവിടെ അച്ഛന് തന്നെയല്ലേ ഉള്ളൂ. നന്ദു പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ പോയിക്കൊള്ളാൻ പറയും. അത് സാരമില്ല, നന്ദു വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമല്ലോ. നോക്കട്ടെ ഗോവിന്ദേട്ടാ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കനക നയനെ കാണാൻ പോവാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആദർശം നയനയും കൂടെ ആഹാരം കഴിക്കുവാണ്. കഴിക്കുന്ന സമയത്ത് നയന പറഞ്ഞു, ഞാനാണെങ്കിൽ എലിസബത്ത് ചേച്ചിയോട് പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടാക്കണമെന്ന്. ദാമോയുടെ ഇവിടെ ഉണ്ടല്ലോ ആഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട്, പിന്നെ ചേച്ചിക്ക് ഇതൊന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. അതെ, എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ചേച്ചി പഠിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചേച്ചി എനിക്ക് കയറി പാചകം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് കനക അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, ഇതെന്താ അമ്മേ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്ന? പിന്നെ ഇവിടെ പുതിയൊരു ജോലിക്കാരി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, അവളെ ഒന്ന് കാണണം. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ജോലിക്കാരിയല്ല ഹോം നേഴ്സാ. എന്താണെങ്കിലും ഹോം നോക്കുന്ന ആളാണല്ലോ,
അപ്പൊ പിന്നെ ജോലിക്കാരെന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ല അവൾ എങ്ങനെയുണ്ട്? അപ്പോഴേക്കും ആദർശ് പറഞ്ഞു കുഴപ്പമില്ല, ദാമേട്ടൻ കൊണ്ടുവന്നല്ലേ. യാ എന്നാലും എനിക്കൊന്ന് നോക്കണം. അല്ല ഈ കറികളൊക്കെ ആരുണ്ടാക്കിയത്? അവൾ ഉണ്ടാക്കിയതാണെന്ന് ചോദിച്ചു. അതെ, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇതെന്താ ഇതിന് ഉപ്പും മുളകും ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതെ അമ്മേ, ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമല്ലേ, അപ്പൊ എന്റെ പാകത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എന്നാലും ഒരു ടേസ്റ്റ് ഒക്കെ വേണ്ടേ? ഇതൊക്കെ വായി വെച്ച് കൂട്ടാൻ കൊള്ളുന്നില്ലല്ലോ. നയന പറഞ്ഞു അമ്മ ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോഴേക്കും കന പറഞ്ഞു എന്നാ ഒന്ന് ചോദിച്ചിട്ട് എന്നെ കാര്യം, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്റെ മോളെ നോക്കാൻ വന്നതല്ലേ, ഞാൻ ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുമ്പോഴത്തേനും എനിക്ക് ആ ടെൻഷനായി. എന്റെ ആദർശേട്ടാ അമ്മ പ്രശ്നം ഉണ്ടാക്കുവോ? എനിക്ക് പേടിയുണ്ട്. ആദർശ് പറഞ്ഞു ഇനിയിപ്പൊ വന്ന ചേച്ചിനെ ഓടിച്ചു വിടാതിരുന്നാ മതിയായിരുന്നു പറഞ്ഞു. നയന പറഞ്ഞു അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ടാ എനിക്കൊരു പേടിയെന്ന് പറഞ്ഞു. പിന്നീട് കനക നേരെ അടുക്കളയിലേക്ക് എല്ലുവാണ്. ഈ സമയത്ത് എലിസബത്ത് അവിടെ പാത്രമൊക്കെ കഴിക്കൊണ്ടിരിക്കുക. പിന്നെ എലിസബത്തിനോട് ചോദിച്ചു നീ ആരോട് ഈ കറികളൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. അതെ. എടി വായി വെച്ച് കൂട്ടാൻ കൊള്ളുക കറികളൊക്കെ, ഇതിനൊക്കെ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ കേട്ടിച്ച് എലിസബത്ത് ചോദിച്ചു ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ ആരോട് ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. ദേ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കന പറഞ്ഞു ആഹാ നീ ആള് കൊള്ളാലോ, വന്ന് കയറി ഉടനെ ഭരണവും തുടങ്ങിയെന്ന് ചോദിച്ചു. അല്ല ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാനേ നയനമോളുടെ അമ്മയാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണെങ്കിൽ ആ ബഹുമാനം ഞാൻ തരും. പക്ഷെ ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിയ കറികളൊന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ എടി പോടി എന്നുള്ള ഈ വിളിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എടിന്ന് വിളിച്ചപ്പോ നീ എന്ത് ചെയ്യും? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കൊരു പേരുണ്ട്, എന്നെ ആ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ അമ്മ ഇതെന്ന് ചോദിച്ചു. അല്ല ഇവളെ ഞാൻ എടീന്ന് വിളിച്ച് ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പോലും, എന്തിനാ എടീന്ന് വിളിക്കുന്നേ? ചേച്ചിക്ക് ഒരു പേരുണ്ടല്ലോ, അതങ്ങോട്ട് വിളിച്ചാ പോരേന്ന് ചോദിച്ചു. അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. എന്താ നിന്റെ പേരെന്ന് കനക ചോദിച്ചു. എലിസബത്ത്. എനിക്ക് എലിസബത്ത് ഒന്നും വിളിക്കാൻ പറ്റില്ല, ഞാൻ എലിന്ന് വിളിക്കും. പിന്നെ എലി ഒരു കാര്യമുണ്ട്, നയനമോൾക്ക് നല്ല ആഹാരമൊക്കെ വേണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്, അല്ലാതെ ചുമ്മാ വായ വെച്ച് കൂട്ടാൻ കൊള്ളാത്ത കറികളൊന്നും ഉണ്ടാക്കി കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എലിസബത്ത് പറഞ്ഞു ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്തിരിക്കുന്നത്, അത് നയന മാഡത്തിനും ആദർശാറിനും ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കുക്ക് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു അതെ ചേച്ചി ഇവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ വന്നതല്ല, എന്നെ നോക്കാൻ വന്ന അമ്മേ, പിന്നെ എനിക്ക് വേണ്ടി പാചകം ചെയ്ത് തന്നുള്ളൂ, നല്ല ആഹാരമൊക്കെ ആയിരുന്നു, അതിന് ചേച്ചിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും മോളെ എനിക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് എലിസബത്ത് പറഞ്ഞു അതെ നിങ്ങളെ പോലുള്ള കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനിതുപോലെ ചെറിയ ചെറിയ വീട്ടിലൊന്നും അല്ല നിൽക്കുന്നത്, വലിയ വലിയ വീട്ടിലൊക്കെ നിന്നിട്ടുള്ളത്. അപ്പോഴേക്കും നയന പറഞ്ഞു ചേച്ചി വിദേശത്തൊക്കെ പോയി നിന്നിട്ടുണ്ട്, ചേച്ചിക്ക് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാന്ന് പറഞ്ഞു. എന്താണെങ്കിലും ശരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ നയനമോളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം, പറ്റില്ല നീ പറഞ്ഞേരാ, ഞാൻ നിന്നോളാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നയനയ്ക്ക് മനസ്സിലായി ഇത് പണി വാളൂ എന്നുള്ള കാര്യം. എലിസബത്ത് ചേച്ചിനെ എങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ, കാരണം കുറെ അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നല്ലൊരു ഹോം നേഴ്സിനെ കിട്ടിയത്, വിശ്വസിക്കാൻ പറ്റുമെന്ന് ദാമേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് പോലും. ആ സമയത്ത് അമ്മ വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാന്നേ. ഒടുവിൽ കനികയോട് പറഞ്ഞു അമ്മയൊന്ന് പോകാൻ പറഞ്ഞു. ഞാൻ എങ്ങോട്ട് പോകാനായിട്ടാ? ഈ സമയം എലിസബത്തിന്റെ അടുത്ത് നിന്നിട്ട് നയന പറഞ്ഞു ചേച്ചി പോയിക്കോ, ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകിക്കോളാന്ന് പറഞ്ഞു. അല്ലമ്പോളെ ഞാൻ കഴുകിക്കോളാം, വേണ്ട ചേച്ചി അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എലിസബത്തിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് നയന പാത്രം കഴുകുന്ന സമയത്ത് കനിക ചോദിച്ചു ഇതെന്താ മോളെ നീ ഈ പാത്രം കഴുകുന്നേ, അതിന്റെ ആവശ്യം എന്താ, അവര് കഴിയില്ലേന്ന് ചോദിച്ചു. അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, ആദർശേട്ടൻ കുറെ അന്വേഷിച്ചതിന് ശേഷം നല്ലൊരു ഹോം നേഴ്സിനെ കിട്ടിയത്, പിന്നെ മുത്തശ്ശനൊക്കെ അറിയാവുന്ന ആ ഒരു രീതിയിൽ അവരിങ്ങോട്ടേക്ക് വന്നത് പോലും. ചേച്ചിക്കാണെങ്കിൽ നല്ല ഡിമാൻഡും കാര്യങ്ങളും ഉള്ളതാ, വലിയ വലിയ വീട്ടിലൊക്കെ ചേച്ചി നിന്നിട്ടുള്ളൂ, വെറുതെ ചേച്ചിനെ ദേഷ്യം പിടിപ്പിച്ച് ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു മോളെ അവര് പോവാണെ പോയിക്കോട്ടെ, ഞാൻ വേണേ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. എന്നിട്ട് വേണം അച്ഛൻ അവിടെ ഒറ്റയ്ക്കാവാനായിട്ട്, അമ്മ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അമ്മ പോയിക്കോ, നന്ദു അച്ഛനോട് ഒറ്റയ്ക്കല്ലേ ഉള്ളെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നയന ആദർശിന്റെ അടുത്തേക്ക് വന്നു. ആദർശിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആദർശേട്ടാ ഇത് മിക്കവാറും പ്രശ്നമാണെന്ന് തോന്നേ, അമ്മ ഒരു കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കുവാണെങ്കിൽ എലിസബത്ത് ചേച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു ദാമേട്ടൻ കൊണ്ടു തന്നാണ് അവരെ, അവരുടെ സ്വഭാവം അറിയാല, അവർ കുറച്ച് ബോൾഡാണ്, കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറയുന്നൊരു ക്യാരക്ടറാണ്, അവരെ വിശ്വസിക്കുക, ഇനിയിപ്പോ ഇതുപോലെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു. നയന പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ, ദാമേട്ടൻ കൊണ്ടുവന്ന ഒരുപക്ഷെ ഇവര് നമ്മളെ ചതിക്കുമെന്ന് ചോദിച്ചു. ചതിക്കുമെന്നോ? അതെന്താ? അല്ല അത് പിന്നെ
ഇവിടെ വന്നിട്ട് നമ്മുടെ വിവരങ്ങളൊക്കെ ചോർത്തിയിട്ട് അങ്ങനെയൊന്നുമില്ല, ദാമുവേട്ടനെ നമുക്ക് 100% വിശ്വസിക്കാം. ദാമുവേട്ടനെ നമ്മുടെ കമ്പനിയിലുള്ള ആളല്ലായിരുന്നോ, അപ്പൊ അതുകൊണ്ട് ദാമുവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ നിന്റെ അമ്മയോട് പറഞ്ഞേരെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കില്ലെന്ന്. നയനെ പറഞ്ഞു, അങ്ങനെയാണ് അമ്മേനെ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വിടും, കാരണം ഇനി ഇവിടെ നിർത്തിയിട്ടുണ്ടായി ശരിയാകത്തില്ല, അത് അതിനേക്കാളും വലിയ പ്രശ്നമാവുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അനിയുടെ ഫോണിലേക്ക് നവീന്റെ കോൾ വരുന്നുണ്ട്. അങ്ങനെ ആന്റി കോൾ എടുത്തു. എന്താടാ എന്ന് ചോദിച്ചു. എടാ എനിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. എന്റെ മുത്തശ്ശനും അമ്മയും കൂടെ എന്നെ ഭ്രാന്തനാക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം അനി ചോദിച്ചു, എന്താടാ എന്ത് പറ്റി, നിന്റെ എവിടെയെങ്കിലും കൊണ്ട തളച്ചോന്ന് ചോദിച്ചു. ഒന്നും പറയണ്ട, ആകെപ്പാടെ പെട്ട അവസ്ഥയില. ഞാൻ എന്നാണ് പെണ്ണ് കാണാൻ പോയി നിന്റെ വീട്ടില്. എന്റെ വീട്ടിലോ? അതെ, അവന്തിയെ കാണാനായിട്ട് പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ അനി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു. ആഹാ, അത് കൊള്ളാലോ, നല്ലൊരു ബന്ധമുള്ളൂ എന്ന് പറഞ്ഞു. എടാ എല്ലാം അറിഞ്ഞിട്ട് നീ തന്നെ ഇങ്ങനെ പറയരുന്ന് പറഞ്ഞു. എടാ അവന്തിക നല്ല കുട്ടിയാടാ, പിന്നെ അബിയുടെയൊക്കെ പെങ്ങളല്ലേന്ന് ചോദിച്ചു. അവളുടെ സ്വഭാവം എനിക്കറിയാന്ന് പറഞ്ഞു. അതൊക്കെ മുമ്പ്, പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല, നല്ല മാറ്റമുണ്ട്. എടാ എനിക്ക് വേണ്ട, എനിക്ക് എന്താണെങ്കിലും അവന്തിയെന്നല്ല ഒരു പെണ്ണിനെയും വേണ്ട, നന്ദു ഒഴിച്ച്. നിനക്കറിയാവുന്ന കാര്യമാണല്ലോ, എന്നിട്ട് നീ ഇങ്ങനെ പറയരുന്ന് പറഞ്ഞു. അനി പറഞ്ഞു, എടാ വീട്ടുകാർ തമ്മിൽ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നീ അതിന് സമ്മതിക്കുന്നതല്ലേ നല്ലത്. എന്റെ പൊന്നോ, എന്ത് ചെയ്യാനാ, എന്റെ അച്ഛനെ വരെ അമ്മ വിളിച്ചു പറഞ്ഞു, അച്ഛനും ഇഷ്ടമാണ് പോലും, അച്ഛനും വരുന്നുണ്ടെന്ന്, ഉടനെ എൻഗേജ്മെന്റ് നടത്തണം എന്നൊക്കെ പറയണേ. ഞാൻ ആകെപ്പാടെ പെട്ട അവസ്ഥയിലാ. എടാ നവീനെ, നിനക്ക് ലോട്ടറി അടിച്ചല്ലോടാ, അങ്ങനെയാണ് നല്ല 2 കുടുംബക്കാർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. എന്താടാ എന്റെ കുടുംബമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നിനക്ക് താല്പര്യം ഇല്ലെന്ന് ചോദിച്ചു. എടാ താല്പര്യം ഇല്ലാത്തന്റെ അല്ല, നിനക്കറിയാലോ എന്റെ മനസ്സിൽ ആരാന്ന്, അതുകൊണ്ടാണ് ഞാൻ പെട്ടുപോയതെന്ന് പറഞ്ഞു. എനിക്കൊന്ന് തുള്ളിച്ചാടണം തോന്നി. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് അനി പിന്നീട് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം അവന്തിക സിറ്റോട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അനി അങ്ങോട്ട് വന്നിട്ട് ഒരു പാക്കറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതെന്താ അനിയേട്ടാന്ന് ചോദിച്ചു. അതെ, നിനക്കൊരു ഗിഫ്റ്റാന്ന് പറഞ്ഞു. അങ്ങനെ അവന്തിക അത് തുറന്നു നോക്കി. ഒരു കമ്മല്, ഒരു ഉണക്ക കമ്മലുമായിട്ട് വന്നിരിക്കുന്നു. MD ആയതിനു ശേഷം തനിക്ക് കൊണ്ടുതന്ന ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ അവന്തിക്ക് ഒരു പുച്ഛഭാവമായിരുന്നു. പക്ഷെ അത് പുറമെ ഒന്നും കാണിച്ചൊന്നുമില്ല. പിന്നീട് അവന്തിയോട് അനി പറഞ്ഞു, ഇന്നിവിടെ ഒരു പെണ്ണ് കാണിച്ചടങ്ങൊക്കെ നടന്നായിരുന്നല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അവന്തി പറഞ്ഞു, നവീനേട്ടൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടാർന്ന് പറഞ്ഞു. അല്ല നിനക്ക് ഇഷ്ടപ്പെട്ടോ? അത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. നവീൻ നല്ല പയ്യനാ, അവൻ എനിക്ക് നന്നായിട്ടറിയാം, അവന്റെ സ്വഭാവം നല്ലതാ, പോരാത്തിന് പേരെടുത്തൊരു വക്കീലും അല്ലേ, അവന് ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവന്തി പറഞ്ഞു, എന്നോട് ഈ കാര്യമൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ നവീനേട്ടൻ വന്നതിന് ശേഷം അറിയണേ. അപ്പോഴേക്കും അനി പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അവന്തി പറഞ്ഞു, അല്ല അതിനിപ്പം നവീനേട്ടന് ഇഷ്ടമാണോന്ന് അറിയത്തില്ല എന്നെ. അവന് ഇഷ്ടമൊക്കെ ആയിരിക്കും, ഇനിയിപ്പൊ എന്തെങ്കിലും ഇഷ്ടക്കേട് കാണിച്ചാൽ നീ അത് കാര്യമാക്കണ്ട, കാരണം അവന് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. ഇനി ഇഷ്ടക്കേടുണ്ടെങ്കിലും നീ വേണം മുൻകൈ എടുത്ത് ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്, കാരണം എന്താണെന്നറിയോ, ഇത്ര ഒരു നല്ലൊരു ബന്ധം നിനക്ക് ഇനി കിട്ടാനില്ല എന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് അനി അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് അവന്തി ആ കമ്മലേക്ക് നോക്കി. എന്റെ പൊന്നോ, തന്റെ അച്ഛൻ തനിക്ക് ഡയമണ്ട് നെക്ലേഴ്സും മാലയും വാളയൊക്കെ തന്നേക്കുന്നു, അതെല്ലാം താൻ ലോക്കറി വെച്ചിരിക്കുക, എന്നിട്ടാണ് അവന്റെ ഒരു ഉണക്ക കമ്മലെന്ന് മനസ്സിൽ പറയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ നവീനെ നന്ദു വിളിക്കുവാണ്. നന്ദു വിളിച്ചിട്ട് പറഞ്ഞു, അനന്തപുരിക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പോയല്ലേ, കൊള്ളാലോ, അവന്തികയുമായിട്ടുള്ള കല്യാണം ആണല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവീൻ ഒന്ന് ഞെട്ടിപ്പോയി. നിന്നോട് ഇത് ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല നന്ദു, അവരുമായിട്ടൊരു ബന്ധത്തിന് എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. അതെന്താ നവീനായിട്ട് അങ്ങനെ പറഞ്ഞേ? നിനക്കറിയാലോ അബിയുടെ അമ്മയുടെ ഒക്കെ സ്വഭാവം എന്താന്ന്. നവീനേട്ടാ അതുപോലെ ഒന്നും അല്ല അവന്തിക. അവന്തിക അവരെയൊക്കെ എതിർത്ത് നിൽക്കുന്ന അതൊക്കെ അനി ഇടയ്ക്കിടയ്ക്ക് പറയാറൊക്കെ ഉണ്ട്, അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നയനേച്ചും പറയാറുണ്ട് അവന്തികയുടെ സ്വഭാവം നല്ലതാന്നിപ്പം. എന്നാലും ഞാന് അല്ലെങ്കിലും നവീനേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന അവന്തികയല്ലേ, അല്ലാതെ വേറെ ആരും അല്ലല്ലോ. പിന്നെ അവന്തിയെ മാത്രം നോക്കിയ പോരെ, വേറെ ആരുടെ സ്വഭാവത്തെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞു. നവീൻ ആകെപ്പാടെ പെട്ടുപോയി. നവീൻ പറഞ്ഞു, നിനക്കറിയാലോ നന്ദു എന്റെ മനസ്സിലാ, ഇനിയിപ്പോ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നല്ലൊരു ബന്ധമല്ലേ. നവീൻ ചോദിച്ചു, നിനക്ക് വിഷമമൊന്നുമില്ലേ? എന്തിന്? അല്ല ഞാനിങ്ങനെ ഒരു ബന്ധത്തിൽ പോയി ചാടുന്നതില് എന്ത് വിഷമം, സന്തോഷിക്കുമല്ലേ വേണ്ട നവീനേട്ടാ, നല്ലൊരു ബന്ധം കിട്ടിയെന്ന് ഓർത്തിട്ട് അതിന് ഇത്രമാത്രം സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും കൺഗ്രാറ്റ്സ്, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദു കോള് കട്ട് ചെയ്തു. നവീനാണ് ആകെപ്പാടെ ടെൻഷനായി. ഇതേ സമയം കനക ഇങ്ങനെ മനസ്സിലാലോചിച്ചു, ഈ എലിസബത്ത് എന്ന് പറയുന്നവള് നല്ലവളാണോ അതോ ഇനി ഇപ്പം
എത്ര കാര്യമെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് അവളെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്നൊക്കെ വിചാരിച്ചു. പിന്നീട് എന്ത് ചെയ്തു, ഒരു ചെറിയ കമ്മലെടുത്തിട്ട് വന്നിട്ട് ആ നിലത്തിടുവാണ്. അവൾ അടിച്ചു വാരി വരുമ്പോ കാണുമ്പോൾ അത് കൊടുക്കുവോ അതോ ഇനിയിപ്പം അവള് എടുക്കുമോന്നറിയാം. അങ്ങനെയൊക്കെ വിചാരിച്ച് അവിടെ നിലത്ത് കൊണ്ട് ഇട്ടു. അത് കുറച്ച് കഴിഞ്ഞപ്പത്തേന് എലിസബത്ത് അതിലൂടെ തൂത്തുവാരി വരുവാണ്. കനക ഇങ്ങനെ മറിഞ്ഞു നിൽക്കുവാണ്. അതെടുക്കുവോ അത് അടിച്ചു കഴിയുമ്പോൾ കാണും, അടിച്ചു വാരി വരുമ്പോൾ എന്താണെന്ന് കാണും. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി സത്യസന്ധയാണോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.